ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും കാണണം. അതായത് ഒറ്റ സെക്കൻഡ് ഫാത്തിമ തഹ്ലിയ വിഷയത്തിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യവുമായി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കാണണം. പുതിയ വീഡിയോ ആണ്, അത് ഞാൻ വെച്ചു തരാം. ഫാത്തിമ തഹ്ലിയ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം അത് ഞാൻ വെച്ചു തരാം. ഓരോരുത്തരും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഓരോരുത്തരും ആ വീഡിയോ കാണണം. അതിൽ എല്ലാം പറയുന്നുണ്ട്. ഫാത്തിമ തഹ്ലിയയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, KSRTCയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, പിണറായി വിജയനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. നമുക്ക് ആദ്യം ഫാത്തിമ തഹ്ലിയ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഒരു പെണ്ണായി ജനിച്ചാൽ അവൾ ഏത് മതക്കാരിയാകട്ടെ, അവൾ ഏത് പാർട്ടിക്കാരാകട്ടെ, ഒരു പെണ്ണായി ജനിച്ചാൽ അവൾക്ക് ഈ നാട്ടിൽ എന്ത് അധികാരമില്ലേ, അവൾക്ക് വിലയില്ലേ? ഫാത്തിമ തഹ്ലിയ നേരിടുന്നത് വലിയ പ്രശ്നമാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു വൃത്തികെട്ടവൻ, അതായത് ഫാത്തിമ തഹ്ലിയയെ കുറിച്ചിട്ട് എന്തൊക്കെയോ വൃത്തികേട് പറയുന്നുണ്ട്. അവന് ഞാൻ മറുപടി കൊടുക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഏറ്റവും അടുത്ത് പോയിട്ട് ക്യാമറയിൽ നിന്ന് അവരുടെ സ്വകാര്യ ഭാഗങ്ങളടക്കം ചിത്രീകരിച്ചിട്ട് അതിനെ സൂം ചെയ്തിട്ട് അതിലേക്ക് ചില ക്ലിപ്പുകൾ ആഡ് ചെയ്തിട്ട് ഫാത്തിമ തഹ്ലിയയെ സമൂഹത്തിൽ മോശക്കാരാക്കുകയാണ് ചിലർ. അതായത് ഫാത്തിമ തഹ്ലിയ നല്ലവരായതുകൊണ്ട്, നല്ല ഒരു സ്ത്രീ ആയതുകൊണ്ട്, നല്ലൊരു കുടുംബക്കാരി ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ആദ്യം വാർണിംഗ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇടുകയാണ്. ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കേസ് കൊടുക്കും, മുഖ്യമന്ത്രിക്കും കേസ് കൊടുക്കും എന്നാണ് ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയ പറഞ്ഞത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമ്മുടെ ഫാത്തിമ തഹ്ലിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമുക്കറിയാം, നമ്മുടെ പ്രിയദർശിനി ബസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള ആളുകളോട് ഒന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ രൂപത്തിൽ ചിത്രീകരിക്കുന്നതും അതും വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ അതിന് ക്യാപ്ഷൻ നൽകിയിട്ട് പ്രചരിപ്പിക്കുന്നതും എനിക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയാകുകയും അത് ഇനി അവർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതൊരു ലീഗൽ ആക്ഷനിലേക്ക് പോവാതെ നിവൃത്തിയില്ല എന്നുള്ള വാണിംഗ് ആണ് ഞാൻ ഇന്നത്തെ പോസ്റ്റിലൂടെ അറിയിച്ചത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് യാതൊരു ടാഗില്ല, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡില്ല, നമുക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് വലിയൊരു പ്രയാസം. പക്ഷെ ഇത്തരക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതൊന്ന് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷന് മുമ്പേ ഞാൻ ഈ തരത്തിലുള്ള ഡിജിറ്റൽ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം പോലും ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ തന്നെ ഞെട്ടിപ്പൊന്നു മനുഷ്യന്മാരെ. അതായത് സ്വകാര്യ ഭാഗങ്ങളുടെ ക്ലിപ്പ് എടുത്തിട്ട് അതിനെ സൂം ചെയ്തിട്ട് അതിനെ വേണ്ടാത്ത രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. ഇത് എത്ര വലിയവനാണെങ്കിലും, ഇതാരാണെങ്കിലും ഞങ്ങളും വിടത്തില്ല. ഉറപ്പായിട്ടും തഹ്ലിയക്കൊപ്പമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലും അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. ഒരു പെണ്ണിനും ഇങ്ങനെയുള്ള ഗതികേട് വരരുത്. ഓക്കെ, വളരെ വളരെ മോശം. ഓക്കെ, ഒരു യുവാവ് ഫാത്തിമ തഹ്ലിയയുടെ തന്തക്കളക്കം വിളിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവന് 2 എണ്ണം കൊടുത്തിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, അല്ല ഇതൊക്കെ പറയാൻ അവിടുന്ന് ആരാണാവോ? അല്ലടാ, നീ ആരാണ്? അവരൊരു MLA ആണ്. ഒരു കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാരെ, ഒരു സർക്കാരും ഇതുവരെ പറഞ്ഞ വാക്ക് പാലിക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കുമ്പോൾ KSRTC ഓർഡിനറിയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസം അവർ റീൽസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഫാത്തിമ തഹ്ലിയ ഒരു ബസ്സിലേക്ക് കയറിയപ്പോൾ അവരുടെ പിന്നാലെ കോഴിയെപ്പോലെ ഒരു കൂട്ടം ആണുങ്ങളും കയറുകയാണ്. അവർക്കവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, മാധ്യമപ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല, ആ ബസ്സിൽ നല്ലവരായ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, ഫാത്തിമ തഹ്ലിയയ്ക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫാത്തിമ തഹ്ലിയ പറയുകയാണ്, എത്രയും പെട്ടെന്ന്, അതായത് മാധ്യമപ്രവർത്തകരും സ്ത്രീകളുമല്ലാത്ത എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോകണം. ശ്വാസം മുട്ടുന്നില്ല അതിൻ്റെ അകത്ത്. കോഴിയെപ്പോലുള്ളവരാണ് അതിൻ്റെ അകത്തേക്ക് പോകുന്നത്. അതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഫാത്തിമ തഹ്ലിയ ഇവിടെ മോശമായിട്ടുള്ള ചില, ഞാൻ പറയുന്നില്ല, ആ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് പോയത്. അതിനെ ന്യായീകരിക്കാൻ ഇവൻ വന്നിട്ടുണ്ട്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അല്ല ഫാത്തിമ തഹ്ലിയ, അന്റെ ബാപ്പാക്ക് മെഹർ കിട്ടിയതാണ് KSRTC ബസ് എന്നൊരു ചിന്തയുണ്ടോ? എടാ, ബാപ്പാക്ക് വിളിക്കാൻ നീ ആയോടാ? നീ ആയോ ബാപ്പാക്ക് വിളിക്കാൻ? അതായത് ഒരു MLA ആണ് അവര്. ഒരു സാധനം, ഒരു പുതിയ, ഇപ്പോൾ നമ്മളൊരു കട അല്ലെങ്കിൽ ഒരു വണ്ടി എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ഉദ്ഘാടനം ആക്കൂലേ? അവർ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് തിരക്ക് വരുമ്പോൾ പറയും. അത് മനസ്സിലാക്കാൻ നീ തന്തക്ക് വിളിക്കാൻ നീ ആയോ?
നീ ആരെത്ര വില കൊല കൊമ്പനായാലും നിന്റെ ഭാഗമാണ് തെറ്റിവിടെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. KSRTC ബസ് എന്നത് പൊതുജനത്തിന്റെ നികുതിപ്പണം കൊണ്ട് സർക്കാരിന്റെ സംവിധാനത്തിൽ പോകുന്ന ഒരു സംവിധാനമാണ്. അതിൽ നിന്ന് പുരുഷന്മാർ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാ? എടാ വൃത്തികെട്ടവനെ, നിനക്ക് തലയിൽ ബുദ്ധി ഇല്ലാത്തതാണോന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം പറയാം, അവർ എന്നേക്കുമായിട്ട് പുരുഷന്മാർ കയറണ്ട, അല്ലെങ്കിൽ എല്ലാ ദിവസവും പുരുഷന്മാർ കയറണ്ട എന്നാണ് അവർ പറഞ്ഞത്. പൊന്നുമോനെ, ഒറ്റ ദിവസം, അതായത് ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂർ പുരുഷന്മാർ പോയി ഞങ്ങൾക്കൊരു റീൽസ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ജനങ്ങളോട് പറയണം ഇത് ഞങ്ങളുടെ സർക്കാരാണ് ഉണ്ടാക്കിയത്. അത് പറയാൻ നിങ്ങൾക്ക് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്? ഒരു മണിക്കൂർ നിങ്ങൾക്കൊന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നൊരു കാര്യം ചെയ്യാം, ഡ്രൈവറും കൂടി ഇറങ്ങി പോകാൻ പറയാം. നിങ്ങൾ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ, പൈസ മേടിക്കുവോ മേടിക്കാതിരിക്കുവോ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഏത് ഞങ്ങൾ? നിന്റെ പ്രശ്നമല്ല എന്ന് പറയേ. ഇപ്പൊ നീ നാട്ടിൽ നോക്ക്, അതായത് സിറ്റി ഫാസ്റ്റിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേർ സമരം ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നമല്ലെങ്കിൽ അവരെന്തിന് സമരം ചെയ്യുന്നു? ഓർഡിനറി ബസ്സിൽ നമ്മുടെ സർക്കാർ കൊടുക്കുമ്പോൾ നീ പറയുന്നു എടുക്കാതെ ഞങ്ങളുടെ പ്രശ്നമല്ല, നിന്റെ പ്രശ്നമല്ല എന്ന് പറയടാ. ഏത് ഞങ്ങൾ? എവിടത്തെ ഞങ്ങൾ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ആ വണ്ടിക്കുള്ളിലുണ്ട്. ഇല്ലെന്ന് തഹ്ലിയ പറഞ്ഞോ? നിങ്ങൾക്ക് ഭരണഘടനാ സംവിധാനത്തിൽ നിങ്ങൾക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യരുതെന്ന് തഹ്ലിയ പറഞ്ഞോ? MLA പറഞ്ഞോ? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. നീ കേട്ടോ? പിന്നെ എന്തിനാണ് നീ പറയുന്നത്? ഒരു അരമണിക്കൂർ മാറി നിൽക്കുമ്പോൾ നീ കോടതിയും ഈ പറയുന്ന ഭരണവും ഇതൊക്കെ കൊണ്ടുവന്ന് എന്തിനാടാ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? നിങ്ങൾക്ക് സ്ത്രീകളെ മാത്രമാക്കി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരു ബസ് ഇറക്കി അതിനകത്ത് ചെയ്തോണം. ഇത് ഞങ്ങളുടെ കൂടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിക്കൂട്ടിയ ബസ്സുകളാണ്. അതിനകത്ത് കയറി ഇമാതിരി ഡയലോഗ് അടിച്ചാൽ നിന്നെയൊക്കെ ആയിരിക്കും ആദ്യം ചവിട്ടി പുറത്താക്കുക. ഇതിലും കൂടുതൽ എന്ത് അപമാനമാണ് ഈ നാട്ടിലെ പുരുഷന്മാർക്ക് ലഭിക്കേണ്ടത്? നീ ആണാണെങ്കിൽ, നിന്റെ മറ്റേ മീശയും താടിയൊക്കെ കാണുന്നുണ്ട്, നീ ഒരു നല്ലൊരു ആണാണെങ്കിൽ അവളെ ഒന്ന് ചവിട്ടി പുറത്താക്ക്. ഓക്കെ, അതിന് ശേഷം ഒരു ചവിട്ടിയതിന് ശേഷം ആ ബസ്സിൽ നിന്ന് നീ പുറത്തിറങ്ങണോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഓക്കെ, അതായത് ഇവൻ ആരാ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാർ, എന്നെ ഫോളോ ചെയ്യുന്നവരോടൊരു കാര്യം പറയാം. ഫാത്തിമ തഹ്ലിയ എല്ലാ ദിവസവും KSRTCയിൽ കയറിയിട്ട് ഇത് സ്ത്രീകൾക്കുള്ള ബസ്സാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് പുരുഷന്മാർ കയറണ്ടെന്ന് എല്ലാ ദിവസവും വന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവനിങ്ങനെ പറയാം. അതായത് ഉദ്ഘാടന ദിവസം തിരക്ക് വരുമ്പോൾ ഒരു അരമണിക്കൂറിനൊന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇവൻ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്? ഓക്കെ, അപ്പോൾ പൊന്നു മനുഷ്യന്മാരെ, ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ രാഹുൽ മാങ്കുടത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഓക്കെ, CPM-കാരൻ കൈ കാണിച്ചിട്ട് കേരളം നിർത്താതെ പോയതിന് പാവപ്പെട്ട KSRTCയുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇന്നലെ നടപ്പിലാക്കിയതിനു ശേഷം ഒരു വശത്ത് CPM-കാരൻ്റെ അലമുറ ഇട്ടുകൊണ്ടുള്ള നിലവിളി, മറ്റൊരു വശത്ത് സമരമെന്ന് പറഞ്ഞുകൊണ്ടുള്ള BJP-കാരൻ്റെ കോമഡി ഷോ. ഇതിനെല്ലാം ഇടയിലൂടെ നിശ്ചയദാർഢ്യത്തോടെ ആ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പിണറായി 3.0 നടപ്പിലാക്കാൻ വേണ്ടി കാശ് വാങ്ങി കൊട്ടേഷൻ എടുത്തിട്ട് ജനങ്ങൾ 3.0 ആക്കി മാറ്റിയ മാധ്യമപ്രവർത്തകരുടെ കുത്തിത്തിരിപ്പ് വേറെ. UDF-ന്റെ സർക്കാർ ചുമതല ഏറ്റെടുത്ത് രണ്ടാമത്തെ ദിവസം മുതൽ CPM-ഉം CPM-ന്റെ മാധ്യമപ്രവർത്തകരും BJP-കാരും ഒന്നിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിങ്ങൾ വാക്ക് പറഞ്ഞ കേരളത്തിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി? ഒന്ന് ആലോചിച്ചു നോക്കണം. 2021 തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കേരളത്തിലെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 2026 ചുമതല ഒഴിയുന്നത് വരെ ആ പണം വർദ്ധിപ്പിക്കാതിരുന്ന വിജയനോട് ഒരാൾ പോലും ആ ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നിട്ടും ശ്രീ VD സതീശനോട് ചോദിക്കുമ്പോൾ ചുമതല ഏറ്റെടുത്ത് 27ാമത്തെ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നാടിനോട് പറയുകയാണ്, ഞങ്ങൾ വാക്ക് നൽകിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇതാ നടപ്പിലാക്കിയിരിക്കുന്നു. അത് നടപ്പിലാക്കിയതിനു ശേഷവും ഒരർത്ഥവുമില്ലാത്ത കുറേയേറെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി CPM കടന്നു വരികയാണ്. അതിൽ ഏറ്റവും ചൈൽഡിഷായി തോന്നിയ ആരോപണം ഇന്ന് ഉന്നയിച്ചത് CPM-ന്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും മറ്റുമാണെന്നാണ് തോന്നുന്നത്. കാരണം ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അവർ കോട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ പറഞ്ഞത് അത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി അത് 9 മണി തൊട്ട് എന്നുള്ളത് രാവിലെ 6 മണി തൊട്ടായി പുനഃക്രമീകരിക്കണം. മാധ്യമപ്രവർത്തകർ പറഞ്ഞു, ഇതിന് സമയമൊന്നുമില്ലല്ലോ ടീച്ചറെ. അപ്പോൾ ഒരു ചളുപ്പും ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ. ഇതുപോലെയാണ് CPM-കാർ. ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ജനങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ ഒരു ഉളുപ്പും ചളുപ്പും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ CPM-കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, ഇതാകെ 437 ബസ്സല്ലേ ഉള്ളൂ, അതൊരു തട്ടിപ്പല്ലേ, ജനങ്ങളെ പറ്റിച്ചതല്ലേ എന്നാണ്. സത്യം അതാണ്. ചില കണക്കുകൾ പരിശോധിക്കാം.
കേരളത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ആകെ ബസ്സുകൾ 5765. അതിൽ തന്നെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 3125. അതായത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ലഭിക്കുവാൻ പോകുന്നത് 3125 ബസ്സിലാണ്. 437 ബസ്സല്ല കേട്ടോ. ഇത് ശതമാനം എടുക്കുമ്പോൾ കേരളത്തിലെ ആകെ KSRTC ബസ്സുകളുടെ 55%ലും സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതിയല്ലേ, ഫ്രീ ബീസ് അല്ലേ, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി, ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, ശക്തമായ സ്ത്രീ ശാക്തീകരണം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് സ്ത്രീകൾ ഇപ്പോൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ചിലവഴിക്കുന്ന തുക അതവർക്ക് സേവ് ചെയ്യുവാൻ കഴിയും. അത് മറ്റ് ക്രയവിക്രയങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ സ്ത്രീ ശാക്തീകരണം നടപ്പിലാകുന്നു. ഇതിന് പിന്നിലൊരു പാരിസ്ഥിതിക ലക്ഷ്യമുണ്ട്. ഇപ്പോൾ സ്കൂട്ടറിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സൗജന്യ യാത്രാ പദ്ധതി വരുമ്പോഴത്തേക്കിന് KSRTC കൂടുതലായി പൊതുഗതാഗതത്തെ കൂടുതലായി ആശ്രയിക്കും. അങ്ങനെ റോഡിലെ തിരക്ക് കുറയ്ക്കുവാൻ കഴിയും, അതുപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ കഴിയും. അപ്പോൾ ഇതിന് പാരിസ്ഥിതികമായ മാനങ്ങളുമുണ്ട്. ഇങ്ങനൊരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ മാത്രം ആളുകൾ ബസ്സിൽ കയറുമോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ട്. അവരോട് പറയാനൊരു കണക്കുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കേരളത്തിൽ ആകെ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 6.9 ലക്ഷമായിരുന്നു. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഇന്നലെ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 9.62 ലക്ഷമാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം സ്ത്രീകളുടെ യാത്രയിലാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇനി ഇന്നലത്തെ ദിവസം മാത്രം കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ സേവ് ചെയ്യുവാൻ പറ്റിയ തുക 1,43 ലക്ഷമാണ്. ഒറ്റ ദിവസം 1,43 ലക്ഷം രൂപ കേരളത്തിലെ സ്ത്രീകൾക്ക് സേവ് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വർഷം എത്ര കോടിയാണ് എന്ന് നിങ്ങൾ സ്വയം കണക്ക് കൂട്ടി നോക്കൂ. ഈ ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ആകെ 10 കിലോമീറ്ററൊക്കെ ഓടുന്ന ചെറിയ ലോക്കൽ ബസ്സുകളല്ലേ. ഇതൊരു തട്ടിപ്പല്ലേ? ദീർഘദൂര യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു കുത്തിത്തിരിപ്പ് ചോദ്യം. അതിന് മറുപടിയുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഓർഡിനറി ബസ് ഉണ്ട്. ഏതാണ്ട് 132 കിലോമീറ്ററാണ് ആ ബസ് യാത്ര ചെയ്യുന്നത്. അതിലെ യാത്ര തികച്ചും സൗജന്യമാണ്. അതല്ല എങ്കിൽ ഏതാണ്ട് 120 രൂപയ്ക്കടുത്താണ് അതിൻ്റെ ടിക്കറ്റ് സാധാരണഗതിയിലാകുന്നത്. അപ്പോൾ അതിൽ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം ലാഭിക്കുവാൻ കഴിയുന്നത് 240 രൂപയാണ്. ഇത് ലാഭമല്ലേ? മാത്രമല്ല, ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ബസ്സുകൾ വരും, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി വരും, ഫെയർ സ്റ്റേജ് ഓർഡിനറി ബസ്സുകൾ വരും, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ വരും, ഗ്രാമവണ്ടികൾ വരും, ടൗൺ ടു ടൗൺ ബസ്സുകൾ വരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഏതെങ്കിലും റൂട്ടിൽ ബസ്സുകളില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമവണ്ടികൾ ആരംഭിക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഏതൊരു റൂട്ടിലേക്കും ബസ്സുകൾ എത്തിക്കുവാൻ KSRTC തയ്യാറാണ് എന്നും KSRTC മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഈ പദ്ധതിയെ പൂർണ്ണമായി അട്ടിമറിക്കാൻ CPM മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിരുന്നു ഇത് KSRTCയെ നഷ്ടത്തിലാക്കും, KSRTC ജീവനക്കാരുടെ ജീവിതത്തെ ആകെ താറുമാറാക്കും. സത്യമാണ്, പച്ചക്കള്ളാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന വഴി KSRTCക്ക് 1 രൂപ പോലും നഷ്ടമില്ല. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ്. അവർക്ക് 60 രൂപയുടെ ടിക്കറ്റായി എന്ന് വിചാരിച്ചു. ആ 60 രൂപ സ്ത്രീക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ KSRTC അതിൻ്റെ നഷ്ടം സഹിക്കേണ്ട. ആ 60 രൂപയും മെഷീനിൽ കാണിക്കുന്ന തുക സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ലാഭമാണ്, KSRTCക്ക് ആ പണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് KSRTC ഒരു തരത്തിലും ഇത് ബാധിക്കുന്നുമില്ല. നഷ്ടമില്ല എന്ന് മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി KSRTCക്ക് കൂടുതൽ ലാഭം ഈ മേഖലയിൽ നിന്നുണ്ടാകാൻ പോവുകയാണ്. കാരണം യാത്രക്കാരില്ലാത്തതിൻ്റെ പേരിൽ നിർത്തിവെക്കപ്പെട്ട പല സർവീസുകളുമുണ്ട്. ഈ സൗജന്യ യാത്രാ പദ്ധതി വരുന്നതോട് കൂടിയിട്ട് ആ സർവീസുകൾ വീണ്ടും ചാലുവാകും. അപ്പോൾ KSRTCക്ക് ആ മേഖലയിൽ നിന്ന് വരുമാനം ലഭിക്കാൻ പോവുകയാണ്. ഇനി യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ജീവനക്കാർക്കും ഗുണമാണ്. ജീവനക്കാർക്ക് അവരുടെ ഡ്യൂട്ടി കൂടുതലായി കിട്ടും. ഇപ്പോൾ സർവീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിപ്പോയ ഡ്യൂട്ടികളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. മാത്രമല്ല, കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ അലവൻസും കമ്മീഷനുമെല്ലാം വർദ്ധിക്കുവാനും പോവുകയാണ്. KSRTC നഷ്ടത്തിലാകും എന്നിവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ 10 വർഷം ഭരിച്ച് KSRTC ഇപ്പോൾ ലാഭത്തിലാണ്. സത്യത്തിലുള്ള കണക്കറിയൂ, KSRTC ഒരു വർഷം 800 മുതൽ 1000 കോടി വരെ നഷ്ടത്തിലാണ്. അക്യൂമുലേറ്റീവ് നഷ്ടമെന്ന് പറയുന്ന KSRTC ഇന്നത്തെ ദിവസം 16,000 കോടി രൂപ നഷ്ടത്തിൽ പോകുന്ന ഒരു പൊതുഗതാഗത മാധ്യമ സ്ഥാപനമാണ്. മാത്രമല്ല, ഇനി ഒരു പൊതുഗതാഗത സ്ഥാപനം അത് നഷ്ടത്തിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ജനങ്ങൾക്കുള്ളൊരു സർവീസാണത്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ കോളേജുകൾ, ആ സർക്കാർ കോളേജുകൾ സാമ്പത്തികമായി ലാഭകരമല്ല എന്ന് കരുതിയിട്ട് സമൂഹത്തിന് നഷ്ടമുണ്ടോ? ഇല്ല. കാരണം അത് സമൂഹത്തിന് കൊടുക്കുന്നൊരു സർവീസാണ്. അതുപോലെ KSRTCയും ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരത്തിലുള്ള നഷ്ടങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇനി ജീവനക്കാരോട്ടുള്ള ഇവരുടെ കൺസേണൊക്കെ കാണുമ്പോൾ കേരളത്തിൽ KSRTCയിൽ പുതിയ നിയമനങ്ങൾ നടത്താതെ K-Swift വഴി താൽക്കാലിക ജീവനക്കാരെ കുത്തിനിറച്ച സർക്കാരായിരുന്നു വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ.
കേരളത്തിലെ 22,000-ഓളം വരുന്ന KSRTC ജീവനക്കാർക്കും 7,000-ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്കും ഈ സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ 1 രൂപയുടെ പോലും നഷ്ടമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല 1 രൂപയെങ്കിലും അവർക്ക് അധികത്തിൽ കിട്ടും. ഇനി ഇതിനെ ചോദ്യം ചെയ്യാൻ 2 മാസം വരെ ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം മുടക്കിയ, 1-ാം തീയതി ശമ്പളം കൊടുക്കാതെ 15-ാം തീയതിയും 16-ാം തീയതിയും ഒക്കെ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ സർക്കാരിൻ്റെ പാർട്ടിക്ക് ഒരവകാശവുമില്ല. നിങ്ങളുടെ കാലത്ത് പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് KSRTC പെൻഷനേഴ്സാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾ മറന്നാലും ഞങ്ങൾ ഒന്നും മറക്കാൻ പോകുന്നില്ല. നാട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്ന ചില ശകുനം മുടക്കികളുണ്ട്. അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുമുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകൾ ഇന്നലെ കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമാകാതിരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ ഓർഡിനറി ബസ്സുകൾക്ക് മുകളിൽ സിറ്റി ബസ് എന്ന് പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു അത്രേ. ഇത് സത്യമാണ്, പച്ചക്കള്ളമല്ലേ? മാധ്യമപ്രവർത്തകർ എന്ന് നിങ്ങളെ വിളിക്കാമോ എന്നറിയില്ല, എങ്കിലും ചോദിക്കാം, മനുഷ്യരുടെ നിലയിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമോ? തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ വരെ ആകെയുള്ള ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 687. ആ കൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ വരെ ആകെയുള്ള സിറ്റി ബസ്സുകളുടെ എണ്ണം 284. അതിൽ നിന്നൊരു ബസ് പോലും കൂടിയിട്ടുമില്ല. എന്താ ഈ 2 ബസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം? ഓർഡിനറി ബസ്സാണ് എങ്കിൽ കേരളത്തിലെവിടെയും മിനിമം ഫെയർ 10 രൂപയാണ്. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപയും. സിറ്റി ബസ് ആകുമ്പോൾ 2022 ആണ്ട് മുതൽ മിനിമം ചാർജ് എന്ന് പറയുന്നത് 12 രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1.3 പൈസയുമാണ്. അതായത് സിറ്റി ബസ് ഓർഡിനറി ബസ് അല്ല. അതുകൊണ്ടാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ആ ബസ്സുകൾ ഉൾപ്പെടാതിരിക്കുന്നത്. ഇനി എന്തിനാ സ്റ്റിക്കർ ഒട്ടിച്ചത്? ഈ ബസ്സുകളുടെ എല്ലാം പെയിന്റ് ഒന്നാക്കി മാറ്റി. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ആളുകൾ ഓർഡിനറി ബസ്സാണ് എന്ന് കരുതി സിറ്റി ബസ്സിൽ കയറും. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകില്ല. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സ്ത്രീകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് സിറ്റി ബസ് എന്ന സ്റ്റിക്കർ സിറ്റി ബസ്സുകളിൽ പതിപ്പിച്ചത്. അങ്ങനെ ആളുകളെ സഹായിക്കാൻ ഇറങ്ങിയതിനെ കോലിട്ടിളക്കാനായിട്ട് വന്നിരിക്കുന്ന ആ മാധ്യമപ്രവർത്തകരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോഴേ കേരളത്തിലെ CPMകാരും BJPക്കാരും കരച്ചിൽ തുടരുക. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ മാധ്യമപ്രവർത്തകരിൽ ചിലർ കുത്തിത്തിരിപ്പും തുടരുക. നിങ്ങളുടെ കരച്ചിലും കുത്തിത്തിരിപ്പും ഒക്കെ തുടരുന്നതിനിടയിൽ കേരളത്തിലെ സ്ത്രീകൾ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള സ്ത്രീകൾ അടക്കം ചിരിച്ചുകൊണ്ട് അവർ അമ്പലങ്ങളിൽ പോകും, പള്ളികളിൽ പോകും, ആശുപത്രികളിൽ പോകും, പഠിക്കാൻ പോകും, തൊഴിലിടങ്ങളിൽ പോകും, സിനിമ കാണാൻ പോകും. അവർക്ക് പോകേണ്ടിടങ്ങളിലെല്ലാം പോകും. അതുവഴി സ്ത്രീ ശാക്തീകരണം ഈ നാട്ടിൽ ശക്തമാകും. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ കലാപം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതിനൊക്കെ ഇടയിൽ അതിശക്തമായി ജനകീയ സർക്കാർ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ കൊടുങ്കാറ്റിൽ നിങ്ങൾ നുണകൊണ്ട് കെട്ടിപ്പൊക്കിയ കോട്ട കൊത്തളങ്ങളെല്ലാം തകർന്നടിയും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിലും ഞങ്ങൾക്ക് സംശയമില്ല.